ഈശോ മിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്ന ദൈവവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വളരെ സുദീർഘമായ തൻ്റെ പ്രഭാഷണങ്ങൾക്ക് ശേഷം നടക്കുന്ന ഏതാനും സംഭവ വികാസങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം. ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് പറയുകയാണ്, ഈ വചനങ്ങൾ കഠിനമാണ്, ഇത് കേൾക്കാൻ, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ഇത് എൻ്റെ ശരീരമാണ്, രക്തമാണ്, എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യണം എന്നുള്ള തിരുവചനങ്ങൾക്ക് ശേഷമാണ് ശിഷ്യന്മാർ യേശുവിനോട് പറയുക, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? പ്രിയമുള്ളവരെ, തുടർന്നുള്ള വചനങ്ങളിൽ ഈശോ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവവചനം അത് ജീവൻ നൽകുന്നതാണ്. ദൈവവചനം ജീവനാണ്. എങ്ങനെയാണ് ദൈവവചനം ഒരു വ്യക്തിക്ക് ജീവൻ നൽകുന്നത്? ഈശോയുടെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. എങ്ങനെയാണ് ഈ വചനങ്ങൾ നിത്യജീവന്റെ വചനമായിട്ട് മാറുന്നത്? ഇന്നത്തെ വചനത്തിൽ പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ ദൈവസ്വരമായിട്ട് എസെക്കിയേൽ പ്രവാചകൻ കേൾക്കുകയാണ്. ദൈവവചനങ്ങൾ എഴുതിയ ഒരു ചുരുൾ കൊടുത്തുകൊണ്ട് പറയുന്നു, നീ ഇത് ഭക്ഷിക്കണം, ചുരുൾ നീ ഭക്ഷിക്കാനായിട്ട് പറയുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ അത് ഭക്ഷിക്കുന്നു. അത് ഭക്ഷിച്ചതിന് ശേഷം ആ ദൈവവചനം ജനത്തെ അറിയിക്കാനായിട്ട് പ്രവാചകനെ ദൈവം അയക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവവചനം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചതിന് ശേഷം വിശന്ന് വലഞ്ഞ ഈശോയോട് പിശാച് പറയുന്നുണ്ട്, നീ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാൻ. ആ പിശാചിനോട് ഈശോ പറയുന്ന കാര്യം എങ്ങനെയാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വചനം. അപ്പോൾ ദൈവവചനം കൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ജീവിക്കാനായിട്ട് സാധിക്കുക? അല്ലെങ്കിൽ ദൈവവചനം എങ്ങനെയാണ് ജീവൻ നൽകുന്നത്? ഈശോയെ കുറിച്ച് തന്നെ നമ്മൾ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വചനം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവവചനം മാംസം ധരിച്ചതാണ് ഈശോ. അപ്പൊ ദൈവവചനം ജീവൻ നൽകുന്ന ഒരു അനുഭവമാണ് ഈശോയുടെ തിരുപ്പിറവി തന്നെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ വചനം എന്നിൽ ജീവനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ദൈവവചനങ്ങൾ പാലിക്കുന്ന വ്യക്തി നിത്യജീവൻ സ്വന്തമാക്കുമെന്ന് തന്നെയാണ്. ഇന്നത്തെ മറ്റൊരു പഴയ നിയമ വായനയിൽ പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ 10 കൽപ്പനകൾ ദൈവം തൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി മോശയ്ക്ക് കൊടുക്കുന്നതാണ്. ആ വചനത്തിന്റെ ആരംഭം എങ്ങനെയാണ്? പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 1-ാം തിരുവചനം, ദൈവം അരുളി ചെയ്ത, ദൈവമായ കർത്താവ് അരുളി ചെയ്ത വചനങ്ങളാണിവ എന്ന് പറഞ്ഞുകൊണ്ടാണ് 10 കൽപ്പനകൾ നൽകുക. നിയമാവർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം 46-47 വചനങ്ങളിൽ കൃത്യമായിട്ട് ദൈവം പറയുന്നുണ്ട്, ഈ വചനങ്ങൾ പാലിക്കുക എന്നത് നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങളിത് പഠിപ്പിക്കണം, ഇതനുസരിച്ച് ജീവിക്കാൻ അവരോട് ആജ്ഞാപിക്കണമെന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി നിത്യജീവൻ സ്വന്തമാക്കും. ഇത് ദൈവം നൽകുന്നൊരു ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം പരിശോധിക്കുകയാണെങ്കിൽ, ദൈവവചനം ഒരു വ്യക്തിക്ക് ജീവൻ നൽകുന്നുവെങ്കിൽ ഈ ജീവൻ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ജീവൻ നശിപ്പിക്കുന്ന ഒരവസ്ഥ, ഒരു പാപത്തിലേക്ക് ഒരു മനുഷ്യനെ തള്ളിയിടുന്ന ഒരവസ്ഥ, പിശാചിന്റെ പ്രലോഭനങ്ങൾ, അതിനെ എങ്ങനെയാണ് ദൈവവചനം കൊണ്ട് അതിജീവിക്കാൻ സാധിക്കുക? വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. പിശാചിന്റെ മേൽ ഒരു ദൈവമനുഷ്യൻ വിജയം നേടുന്നത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് എന്ന് പറയുന്നത് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ, ഒപ്പം തന്നെ സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ട്. സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യമുണ്ട്. അപ്പൊ ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു വ്യക്തി പിശാചിന്റെ തന്ത്രങ്ങൾ അതിജീവിച്ച് നിത്യജീവൻ സ്വന്തമാക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദൈവവചനം ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരിക്കലും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏടുകൾ കീറിയെടുത്ത് ഭക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ വചനങ്ങൾക്കനുസരിച്ച് സാക്ഷ്യ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം 9-ാം വചനം ഇങ്ങനെ പറയുന്നു, ഒരു യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. എന്നിട്ട് 119-ന്റെ 11-ാം വചനം പറയുകയാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു, സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈശോ നമ്മളോട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്,
ജീവൻ നൽകുന്ന, നിത്യജീവൻ നൽകുന്ന ഈ വചനങ്ങൾ നമുക്ക് ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ ആ സാക്ഷി ജീവിതം ഒരു പ്രസംഗമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സ്ലീഹാകാലത്തിൽ സ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ഓരോ ക്രിസ്ത്യാനിയും അയക്കപ്പെട്ടിരിക്കുന്നത് ഈ നിത്യജീവന്റെ വചനം പ്രസംഗിക്കുവാനാണ്. അത് ജീവിതം കൊണ്ട് പ്രസംഗിക്കുവാൻ, അതിനുശേഷം വാക്കുകൾ കൊണ്ട് പ്രസംഗിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈശോയോട് പത്രോസ് ശ്ലീഹ പറയുന്നു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈശോയുടെ പക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നിത്യജീവന്റെ വചനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.